വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ കാണിക്കാൻ പോകുന്നു ഗൈസ്. നിങ്ങളിത് കാണുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ റെയർ ബ്യൂട്ടി, ടിൽബറി അങ്ങനെ ഒരു ലിപ്സ്റ്റിക്കുകളൊന്നും എൻ്റെ കയ്യിലില്ല. ഇത് നമ്മൾ മാഴ്സ്, മേബലിൻ, ലാക്മി അങ്ങനെയുള്ള സാധനങ്ങളാണ്. ആൻഡ് ഓൾസോ ഞാൻ മീഷോ, പർപ്പിളിൽ നിന്നൊക്കെ തൂക്കി വാങ്ങിക്കുന്ന ലിപ്സ്റ്റിക്കുകളാണ് ഗൈസ് ഇതൊക്കെ. സോ അപ്പം എൻ്റെ കളക്ഷൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതിൽ കുറച്ചൊക്കെ തീർന്നു പോയി, ഇതിൽ ഞാൻ കുറച്ചൊന്നും യൂസ് ചെയ്യില്ല. എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഏതാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, ഞാൻ ആദ്യമൊക്കെ നമ്മുടെ സാധാ ഫാൻസി ഷോപ്പിലൊക്കെ പോയിട്ടൊരു ലോക്കൽ ലിപ്സ്റ്റിക് വാങ്ങിക്കുമല്ലോ, അങ്ങനത്തെ ഒരു ജനറേഷനിൽ നിന്നും നമ്മൾ ഒരു 2019-2020 ആ ഒരു ഇതിലേക്ക് മാറിയപ്പോഴാണ് ലിപ്സ്റ്റിക് ശരിക്കും ബ്രാൻഡ് സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ 2021 കോളേജിൽ കയറുന്നത്. ഫസ്റ്റ് ഇയർ ലിപ്സ്റ്റിക് ഇടാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാരണം അതൊരുമാതിരി ചുണ്ടത്ത സാധനം വെക്കുമ്പോഴേ ഒരുമാതിരി അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും ഒക്കെ മാറി ഗൈസ്, എല്ലാം ശരിയായി. അപ്പം തൊട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഞാൻ വാങ്ങിച്ച ലിപ്സ്റ്റിക്കാണിത്. ലാക്മിയുടെയാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് DL, ബാക്കി കാണാനില്ല, 025 എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. ഇത് ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്കാണ്. ഇത് തീർന്ന് എന്നിട്ടും ഞാനതിനെ പിഴിഞ്ഞെടുത്ത ലിപ്സ്റ്റിക്കാണ്. ഇപ്പം ഉണ്ടോയെന്നറിയില്ല, പക്ഷെ എന്നാലും ഞാനിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് കിട്ടാനായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഒരു ബ്രൗൺ, നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. ഇങ്ങനെ ഇരിക്കും. സോ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഇതിന് വരുന്നത്. ഇത് തീർന്നു. ഇതിൻ്റെ ആത്മാവ് വന്നു. അങ്ങനെ അതിൻ്റെ അങ്ങേയറ്റ അവസ്ഥയിലാണ് എൻ്റെ ഈ ലിപ്സ്റ്റിക് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ആദ്യത്തെ ലിപ്സ്റ്റിക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഞാനത് വാങ്ങിച്ചില്ല, ഈ സെയിം സാധനം ഞാൻ വാങ്ങിച്ചില്ല. കാരണം ഇത് തീർന്നപ്പോൾ തന്നെ ഞാൻ വേറെ ഒരെണ്ണം ഓർഡർ ചെയ്തു. അപ്പം എനിക്ക് അങ്ങോട്ടായി ചായി. പിന്നെ ഞാൻ ഇതിലോട്ട് തിരിഞ്ഞിട്ടില്ല. എന്നാലും ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും ഈ ലിപ്സ്റ്റിക്ക്. സോ ഇതാണ് എൻ്റെ ആദ്യത്തെ ലിപ്സ്റ്റിക് ഗൈസ്, ലാക്മി. സോ ഗൈസ്, അടുത്ത ലിപ്സ്റ്റിക്ക് എൻ്റെ മാഴ്സിൻ്റെ, ഞാൻ മീഷോ എന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. മാഴ്സിൻ്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. സോ ഇതാ ഇവിടെ തന്നെ ഇതിൻ്റെ സിമ്പിൾ ഉണ്ട് മാഴ്സിൻ്റെ. ഇത് വന്നിട്ടൊരു റെഡ്, ശരിക്കും ബ്രൗൺ ആണെന്ന് പറഞ്ഞാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ സാധനം കൈ കിട്ടിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലുള്ള കളറല്ല. ബട്ട് ഇതിടുമ്പോൾ കുറച്ച് ഫെയർ ആയിട്ട് ഫീൽ ചെയ്യും സ്കിൻ. ഒരു പിങ്ക്, ബ്രൗൺ എല്ലാം കൂടെ ഒരു മിക്സ്, ഒരു റെഡ്, പിങ്ക് എല്ലാത്തിൻ്റെയും കൂടെ. ഇതിൻ്റെ കളർ എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് സൂപ്പർ ഷെയ്ഡാണ് കേട്ടോ. കുറച്ച് ബ്രൈറ്റ് ആവും കേട്ടോ. ശരിക്കും നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ തിയറി എന്ന് പറയുന്നത് ബ്രൈറ്റ് ലിപ്സ്റ്റിക്സ് ഇടുമ്പോൾ നമ്മുടെ ഫേസ് കുറച്ച് ബ്രൈറ്റ്. എനിക്കങ്ങനെയാണ് കേട്ടോ, എനിക്കങ്ങനെയാണ് വർക്കാവുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഭയങ്കര തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇത് ഇട്ട് നോക്കിയിട്ട് എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അത് മാത്രമേ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. സംഭവം ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ശരിക്കും എൻ്റെ ഫേസ് ഭയങ്കര ബ്രൈറ്റ് ആവും. ഇപ്പം തന്നെ ആ ഒരു ഫീൽ എനിക്കുണ്ട്. ആയോന്നറിയില്ല, പക്ഷേ ഞാനത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഹോട്ട് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. 2 ഞാൻ കാണിച്ചു തരാവേ. ഓക്കെ ഗൈസ്, അടുത്ത ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് മാഴ്സിൻ്റെ ക്രയോൺ ആണ് കേട്ടോ. ക്രയോൺ. അപ്പം ഞാനിത് പുതിയതായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ക്രയോൺ ട്രൈ ചെയ്ത് നോക്കിയത്. ഇതും ഞാൻ വേറൊരു കളറാണെന്ന് നമ്മൾ ആ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതാണ് പ്രശ്നം. നമ്മൾ പ്രതീക്ഷിക്കുന്ന കളർ പക്ഷേ ഷെയ്ഡ് ഡിഫറെൻ്റ് ആയിരിക്കും. കൈ കിട്ടുമ്പോൾ വേറൊരു ഷെയ്ഡായിരിക്കും. പക്ഷേ എനിക്ക് ഇതേവരെ കൈ കിട്ടി പാളി പോയിട്ടില്ല. ഡിഫറെൻറ്റ് കളറെന്ന് വരത്തുള്ളൂ. ഡിഫറെൻറ്റ് ഷെയ്ഡാണ് കൈ കിട്ടുന്നതെങ്കിലും എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, സോ ഇത് അങ്ങനെ ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് വേറൊരു ഷെയ്ഡാണ്, പക്ഷേ കൈ കിട്ടിയപ്പോൾ വേറൊരു ഷെയ്ഡായിരുന്നു. സോ ഇതിൻ്റെ വന്നിട്ട് ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് 19 എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്.
ഇത് ഇതിന് ഷാർപ്നർ കൂടെ ഇല്ല ഗൈസ്. സോ ഇതിൽ ഷാർപ്നർ ഇല്ല. ഇത് ഒരു തവണ ഞാൻ ഷാർപ്പൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഷാർപ്നർ വാങ്ങിച്ചിട്ട്. ഇനി അവളുടെ അടുത്ത് ഞാൻ വീണ്ടും ചോദിക്കണം. ഇത് കുറേ നാളായി വാങ്ങിച്ചിട്ട്. ശരിക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്ക് ഷാർപ്നർ ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ അവസ്ഥ ഇപ്പം ഇതാണ് ഗൈസ്. ഇതിലില്ല ഗൈസ്, തീർന്നു പോച്ചു. എന്നാലും ഞാൻ ഇതിൽ തൊട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ഷെയ്ഡ്. ഇത് കുറച്ച് ബ്രൈറ്റ് കളറാണ്. ഇതും എൻ്റെ ഫേസിന് കുറച്ച് ബ്രൈറ്റനാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് തീർന്നതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ഇതിനെ മൈൻഡ് ചെയ്യാറില്ല ഗൈസ്. സോ ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് 19 എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ ഗൈസ്. അടുത്ത എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഇത് ഏതിൻ്റെ ആണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ ബ്രാൻഡും എനിക്കറിയത്തില്ല ഗൈസ്, അതൊക്കെ മാഞ്ഞു പോയി. സംഭവം ഭയങ്കര മണമാണേ. സൂപ്പർ. ഇത് എൻ്റെ സിസ്റ്റർ എനിക്ക് തന്നതാണ്. അപ്പം ഇതിൻ്റെ ബ്രാൻഡ് ഏതാണ്, വില എന്താണെന്ന് ഞാൻ ചോദിക്കാൻ പോയില്ല. അത് അവളുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അവൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് തന്നു. സോ ഇതിൻ്റെ കൂടെ അവൾ എനിക്കൊരു ഒരു ഗ്ലോസ് കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ഇതും ഞാൻ യൂസ് ചെയ്യാറില്ല. വീഡിയോ എടുക്കണമെങ്കിൽ ഒരു ദിവസം എന്തോ ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഞാൻ തൊട്ടിട്ടില്ല. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഇതിൻ്റെ ഷെയ്ഡ് ഒരു ഡാർക്ക് റോസ് ഷെയ്ഡാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഭയങ്കര ബ്രൈറ്റനാക്കും. എനിക്ക് ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യത്തില്ല ഈ ലിപ്സ്റ്റിക്ക്. പക്ഷേ വേറൊരു ലിപ്സ്റ്റിക്ക് എൻ്റെ കണ്ണിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് കുറച്ചെടുത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും, ഒരു നാച്ചുറൽ പിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. സോ അല്ലാതെ ഞാനത് ഒരുപാട് യൂസ് ചെയ്യാറില്ല. അപ്പം അടുത്തത് ഞാൻ നേരത്തെ കാണിച്ച ലിപ് ഗ്ലോസ് ഇട്ട് കാണിച്ചു തരാം. ഭയങ്കര കോമഡിയാണ്. എനിക്ക് എന്നെ കാണുമ്പോൾ ചിരി വരും. അപ്പം നിങ്ങളുടെ അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ ഗൈസ്. എന്നെ കാണിച്ചു തരാം. എനിക്കിത് ഇഷ്ടമല്ല ഗൈസ്. ഐ മീൻ നോ ഓഫൻസ് ടു മൈ സിസ്റ്റർ. ഇതെനിക്ക് ഭയങ്കര സ്റ്റിക്കി ആയിട്ടുണ്ട്. ചുണ്ടിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. സാധാരണ എല്ലാ ലിപ് ഗ്ലോസും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ലിപ് ഗ്ലോസ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ കയ്യിലൊരു ലിപ് ഗ്ലോസ് ഉണ്ട്. പക്ഷെ അതത്ര വലിയ ശല്യമില്ലാത്ത ലിപ് ഗ്ലോസാണ്. ഇത് വന്നിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അതിന് ഇതിൻ്റെ മണം എന്ന് പറയുന്നത് ഗൈസ്, നമ്മൾ പണ്ട് ഡാൻസിനും ഫാൻസി ഡ്രസ്സ് കുഞ്ഞായിരുന്നപ്പം എനിക്കതാണ് ഓർമ്മ വരുന്നത്. ഇതിൻ്റെ മണം കുഞ്ഞായിരിക്കുമ്പോൾ ഈ ഫാൻസി ഡ്രസ്സിനൊക്കെ ഒരുങ്ങുമ്പോൾ എന്താണ് മേക്കപ്പിൻ്റെ ഒരു മണമില്ലേ, ആ ഒരു മണമാണ്. കറക്റ്റ് ആ ഒരു മണമാണ് ഗൈസ് ഇതിന്. ഞാനിതങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ ഏതോ ഒരു ദിവസം ഒരു വീഡിയോ റീലൊന്നും എടുക്കാനായിട്ട് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലാതെ ഞാനിത് തൊട്ടിട്ടില്ല ഗൈസ്. എനിക്ക് എൻ്റെ സിസ്റ്റർ തന്ന ലിപ് ഗ്ലോസ്. താങ്ക് യു ഗൈസ്. അടുത്ത് വരുന്നത് എൻവൈബയുടെ ഒരു ലിപ് ഗ്ലോസ് ആണ്. ഇതിൻ്റെ ഷെയ്ഡൊന്നും ഇല്ല ഗൈസ് ഇതിന്. അയ്യോ, ഇതിന് ഷെയ്ഡില്ല ഗൈസ്. ഇതിന് ഷെയ്ഡൊന്നും എഴുതിയിട്ടില്ല. ഇനിയിപ്പോൾ ഒരു ബ്രൗൺ കളറാണ് കേട്ടോ. ഇട്ട് കാണിച്ചു. ഇത് എനിക്ക് ഇഷ്ടമാകാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല ഗൈസ്. അതാണ് എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം. ഒരു നാച്ചുറൽ ലുക്ക്, പക്ഷെ കുറച്ച് ഗ്ലോയി ആയിട്ടുണ്ട്. എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും പറയാനില്ല ഗൈസ്, അത്രേ ഉള്ളൂ. അടുത്ത എൻ്റെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് മെയ്ബലിൻ ന്യൂയോർക്കിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ടോസ്റ്റഡ് ബ്രൗൺ ആണ്. 506 ടോസ്റ്റഡ് ബ്രൗൺ ആണ് ഷെയ്ഡ്. ഭയങ്കര ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്, പക്ഷെ ഈ സാധനം ഇട്ടാൽ എൻ്റെ ചുണ്ടിലിട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല.
ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര സ്മൂത്താണ് അപ്ലൈ ചെയ്യുമ്പോൾ, ഭയങ്കര സോഫ്റ്റ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമാണ്. എന്താണ് ഭയങ്കര ഇത് കണ്ടോ, അത്രേ ഉള്ളൂ. സട്ടിലായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്, ഗോ ഫോർ ഇറ്റ്. ഇത് നല്ലതാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാവും. മേബിലിൻ ന്യൂയോർക്കിൻ്റെ 506 ടോസ്റ്റഡ് ബ്രൗൺ എന്ന് പറയുന്ന ഷെയ്ഡാണ് ഗൈസ്. അവസാനമായിട്ട് എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഗൈസ്, ദിസ് ഇസ് മാർസിൻ്റെ 12 ആണ്. സിൻഫുൾ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഷെയ്ഡാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഗൈസ്. ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തതിൽ എൻ്റെ ഫേവറേറ്റ് ആണ്. സിൻഫുൾ എന്ന് പറയുന്ന ഷെയ്ഡാണ് മാർസിൻ്റെ. ഞാൻ കാണിച്ചു തരാം. വാവ് ഗൈസ്, ദിസ് ഇസ് അമേസിങ്. എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്ന ഭയങ്കര എന്താണ്, ഇടുമ്പോൾ തന്നെ ഒരു ഭയങ്കര നൈസ് ലുക്ക് കൊടുക്കുകയാണ് നമ്മുടെ ഫേസിൽ. ബ്രൈറ്റൺ ആക്കുന്നു. പിന്നെന്താണ്, എനിക്കിതിന് ആധികാരികമായി പറയാനൊന്നും അറിയില്ല ഗൈസ് ലിപ്സ്റ്റിക്കിനെ കുറിച്ചുള്ള. ഇടുമ്പോൾ കൊള്ളാവോ കൊള്ളത്തില്ലേ അത് മാത്രമേ എനിക്കറിയാവൂ. എനിവേ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്കാണ്. എൻ്റെ ഫ്രണ്ട്സിനും ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ റെക്കമെൻഡ് യു. ദേ റെക്കമെൻഡ് ടു മീ. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. സോ എനിക്ക് ഗൈസ് ഇത് പേർപ്പിളിൽ അവൈലബിൾ ആണ് ഗൈസ്. സോ ഇതാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ പോയാലും, മീൻ വാങ്ങിക്കാൻ പോയാലും, പാല് വാങ്ങിക്കാൻ പോയാലും, കോളേജിൽ പോയാലും, എവിടെ പോയാലും ഞാൻ യൂസ് ചെയ്യുന്ന ഒരേ ഒരു ലിപ്സ്റ്റിക് സിൻഫുൾ മാർസ് ലിപ്സ്റ്റിക്കാണ്. സോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അത് എവിടെയാണെന്ന് അറിയില്ല, ഒരു റോസ് കളർ. ഇതിൻ്റെ മുന്നേ ഞാൻ ആദ്യം ഒരെണ്ണം കാണിച്ചല്ലോ, അതിന് മുന്നേ ഒരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. സോ അതിപ്പോൾ കാണാനില്ല, എവിടെയോ കിടപ്പുണ്ട്, തപ്പിയാൽ കിട്ടും. അത്രയേ ഉള്ളൂ ഗൈസ്. ഇതൊക്കെയാണ് എൻ്റെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഗൈസ്. പക്ഷേ ഇത് ഞാൻ കാണിച്ചല്ലോ, ഇതിലെല്ലാം ഞാൻ യൂസ് ചെയ്യില്ല. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഗൈസ്. ഇത് പിന്നെ ഈ ലിപ് ഗ്ലോസും എനിക്കിഷ്ടമാണ് ഗൈസ്. ഇതൊക്കെ പർപ്പിളിൽ കിട്ടും. ഇതിലേതാണ്ടൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. മീഷോയിൽ വില കുറവായതുകൊണ്ട് നമ്മൾ തൂക്കി വാങ്ങിക്കുമല്ലോ. സോ അപ്പോൾ അതിനൊക്കെ നമുക്ക് മീഷോയിൽ വാങ്ങിക്കാം, പർപ്പിളിൽ വാങ്ങിക്കാം, ആമസോണിൽ വാങ്ങിക്കാം, എല്ലായിടത്തുനിന്ന് വാങ്ങിക്കാം ഗൈസ്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ മാറി വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ എന്ന് പറയുന്നത്. ഇങ്ങനെ എന്താണ്, ഒരുപാട് ലിപ്സ്റ്റിക്കിനെ കുറിച്ചും വാദരാതെ സംസാരിക്കാൻ അറിയില്ല ഗൈസ്. എനിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ. എനിക്കിട്ട ഇത് എന്താണ്, പേഴ്സണലി എനിക്ക് ഈ ലിപ്സ്റ്റിക് ഇട്ടാൽ ചേരുമോ ഇല്ലയോ അത് മാത്രമേ എനിക്കറിയാവൂ. കൂടുതലൊന്നും എനിക്കറിയത്തില്ല. സോ എനിക്കിത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് കാണിക്കണം എന്നുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ ഗായ്സ്, ഭാവിയിൽ എന്തെങ്കിലും ടിൽബറിയോ റെയർ ബ്യൂട്ടിയൊക്കെ വാങ്ങിക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ പുതിയ യൂട്യൂബ് ഗേൾസിനും ഉള്ളൊരു സ്വപ്നമായിരിക്കും കുറേ നാൾ കഴിഞ്ഞ് സ്വന്തം വരുമാനമാകുമ്പോൾ റെയർ ബ്യൂട്ടിയും അതുപോലെ ഹുഡ ബ്യൂട്ടി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഏതാണ്ടൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ പറ്റണേ ഈശ്വരാ, പടച്ചോനെ എന്നൊക്കെയായിരിക്കുമല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവുക. മനസ്സിന് എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കുമല്ലോ ആ ഒരു ആഗ്രഹം. അതുപോലെ ഒരു ആഗ്രഹം എനിക്കും ഉണ്ട്, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ ഗൈസ്, ഞാൻ ചുമ്മാ വായ്ത്താലടിക്കുന്നില്ല. ഇത്രേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ, ലവ് യു.